الحمد لله رب العالمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين أما بعد. ഈ സംസാരിക്കുന്ന ആള് ജാമിയ മന്നാനിയൽ ഉസ്താദ് ശംസുദ്ദീൻ ഉസ്താദാണ്. മഹാനായ ഇമാം ബുഖാരി അബൂ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു രചിച്ച സഹീഹ് ബുഖാരി ലോക പ്രശസ്തമാണ്. അദ്ദേഹം ഹിജ്റ 194 ജനിക്കുകയും 256 വഫാത്താകുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം രചിച്ച ഗ്രന്ഥം സഹീഹുൽ ബുഖാരി 6 ലക്ഷം ഹദീസ് അദ്ദേഹം മനഃപ്പാടമാക്കി 6 ലക്ഷം ഹദീസിൽ നിന്നും തിരഞ്ഞെടുത്ത 7275 ഹദീസുകളാണ് അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ആ 7275 ഹദീസ് രചിക്കുന്നതിന് അദ്ദേഹത്തിന് 16 വർഷം വേണ്ടി വന്നു. അത്രയും കാലം വേണ്ടിവരാൻ കാരണം അദ്ദേഹം ആ ഗ്രന്ഥം രചിക്കുന്നതിന് അദ്ദേഹം അവലംബിച്ചതായ നിബന്ധനകൾ കാരണമായിട്ടാണ്. അത് ഇവിടെ വിവരിക്കാൻ സമയമില്ല. ഈ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോക പ്രശസ്തവും ലോകത്തെ ഏറ്റവും അംഗീകാരമുള്ളതുമായ ഗ്രന്ഥമാണ്, ഏറ്റവും മുൻഗണനയുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം തന്നെ അദ്ദേഹത്തിൽ നിന്നും 90,000 ആളുകൾ ആ ഗ്രന്ഥം മനഃപ്പാടമാക്കിയിരിക്കുന്നു. ആ ഗ്രന്ഥത്തിൽ നിന്ന് ലോകത്ത് 200ഓളം വരുന്ന രാജ്യങ്ങളിൽ അന്നു മുതൽ ഇന്ന് വരെയും ആ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ലോകത്തുള്ള ജനങ്ങൾ അതിനെ വിധേയമാക്കിയിരിക്കുന്നു. ഈ ഗ്രന്ഥം അള്ളാഹു തൗഫീഖ് ലോകത്ത് പല സ്ഥലങ്ങളിലും പൊതുജനങ്ങൾക്കും കൂടി പ്രയോജനപ്പെടത്തക്ക നിലയിൽ അത് പഠന വിധേയമാക്കുകയും അതിലുള്ള മജ്‌ലിസുകൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടി തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ജാമിയ ബയ്യിനാത്ത് എന്ന് പറയും, തെക്കൻ കേരളത്തിൽ ജാമിയ മന്നാനിയ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ഈ വരുന്ന 18-ാം തീയതി മുതൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു മജ്‌ലിസ്, എല്ലാ വർഷവും നടക്കുന്ന മജ്‌ലിസാണ്. ആ മജ്‌ലിസ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു മാ തുലിയ ഫീ ഖർബിൻ ഇല്ലാ ഫുർരിജ അൻഹു, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഈ സഹീഹുൽ ബുഖാരി ഈ സഹീഹുൽ ബുഖാരി ഓതിയാൽ ആ പ്രതിസന്ധികളിൽ നിന്നും ആ വ്യക്തിക്ക് വിരാമം ഉണ്ടായിട്ടല്ലാതെ അല്ല എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഈ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള വചനങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും അത് സൗഭാഗ്യമാണെങ്കിൽ കേൾക്കാൻ കഴിയുമെങ്കിൽ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായെങ്കിൽ ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം അതേ നിലയിൽ കേൾക്കുന്നതിന് കിട്ടുന്ന സൗഭാഗ്യമാണ്. മാത്രമല്ല ഈ സഹീഹുൽ ബുഖാരി കിതാബോധാൻ കഴിഞ്ഞില്ലെങ്കിൽ ശരി തന്നെ, മുത്താലിമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ശരി തന്നെ, സാധാരണ ജനങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ ഈ ബുഖാരി കേൾക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കുന്നതിനും അതിന്റെ ദുആയെ സംബന്ധിക്കുന്നതിനും കിട്ടുന്ന അസുലഭ സന്ദർഭമാണ്. ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തണമെന്ന് എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ സഹീഹുൽ ബുഖാരി ഓതുന്ന ഈ മജ്‌ലിസിലേക്ക് 18-ാം തീയതി എല്ലാ ദിവസവും അസ്ർ നിസ്കാരത്തിന് ശേഷം മഗ്‌രിബിന് മുമ്പ് അവസാനിക്കുന്ന മജ്‌ലിസിലേക്ക് എല്ലാ ജനങ്ങളെയും, പ്രത്യേകിച്ച് എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ക്ഷണിച്ചുകൊള്ളുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.